സ്പെല്ലിംഗ് എഴുതാനും എക്സ്പാൻഡഡ് ഫോം എഴുതാനും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് അബാക്കസിൽ എങ്ങനെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വളരെ സിമ്പിൾ ആണ്. അപ്പൊ കൗണ്ടിങ് ഓൺ അബാക്കസ്. വാട്ട് ഈസ് അബാക്കസ്? അബാക്കസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് abacus. An object used for counting or doing simple calculations. Clear? അപ്പോൾ അതിന് ഒരു ഫ്രെയിം കാണും. നിങ്ങൾ ചില സ്ലേറ്റിൽ ഈ അബാക്കസ് കാണാൻ സാധിക്കും. ഇങ്ങനെ കുറെ കമ്പികളും അതിനകത്ത് കുറെ മുത്തുകളും ഒക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ? ദാറ്റ് ഈസ് അബാക്കസ്. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾ 2 ഡിജിറ്റ് നമ്പർ ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള 2 കമ്പി കണ്ടോ? ഇത് രണ്ട് റോഡാണ്. കാരണം നിങ്ങൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് പഠിക്കുന്നത്. 3 ഡിജിറ്റ് ശരിക്കും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ 2 ഡിജിറ്റ് മതി. ഇപ്പൊ ഇതെന്താണ്? ഇത് 1ന്റെ ബേസിലുള്ള നമ്പേഴ്സ് ആണ്. ഇത് 10ന്റെ ബേസിൽ. ഓക്കെ. ഇതിന് പറയുന്ന പേരാണ് സ്പൈക്സ്. എന്താ പറയുന്നത്? സ്പൈക്സ്. ആ 2 ഈ കമ്പി, ഈ അബാക്കസിന്റെ ആ കമ്പിക്ക് പറയുന്ന പേരാണ് സ്പൈക്ക് എന്ന് പറയും. ഓക്കെ, സ്പൈക്ക്. അപ്പൊ ഈ സ്പൈക്കിന്റെ ഒരു പ്രത്യേകത, ശരിക്കും അബാക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ അതിനകത്ത് മുത്തുകൾ ഇടുക. അപ്പൊ മുത്തുകൾ ഇടുമ്പോൾ ആ ബോൾസ് ഇടുമ്പോൾ 9 എണ്ണം കഴിയുമ്പോൾ ഈ ഒരു സ്പൈക്ക് നിറയും. 9 എണ്ണത്തിൽ കൂടുതൽ ആ ഒരു സ്പൈക്ക് ഇടാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? 9 കഴിഞ്ഞാൽ ഒരു പ്ലേസിൽ പറ്റത്തില്ല, അടുത്ത പ്ലേസിലേക്ക് മാറും. ശരിയല്ലേ? നമ്മള് ഒരു 9 വരെ ഇടാൻ പറ്റുള്ളൂ, അടുത്തത് 10ന്റെ പ്ലേസ് ആവുക അല്ലേ? അപ്പൊ ഇങ്ങോട്ട് മാറും. അപ്പൊ നോക്കി ഇവിടെ 8 എന്ന നമ്പർ. അപ്പൊ അബാക്കസ് എന്താണെന്ന് മനസ്സിലായോ? ഒരു അബാക്കസ് നമുക്ക് കിട്ടുമ്പോൾ അത് കാണിച്ചു തരാനാണ്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ സ്ലേറ്റിന്റെ എടുത്ത് നോക്കിയാലും മതി. ആ കമ്പിക്ക് പറയുന്നതാണ് സ്പൈക്ക്. ഓക്കെ. ആ സ്പൈക്സിന്റെ പ്രത്യേകത എന്താണ്? 9 ബോൾ മാത്രമേ അതിൽ ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. 9 എണ്ണത്തിൽ കൂടുതൽ ഇടാനായിട്ട് അതിന് സ്പേസ് ഇല്ല. അത്ര ഹൈറ്റേ അതിന് ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ സ്പൈക്ക് ഇതും കണ്ടോ? ഇത് 1ന്റെ സ്പൈക്ക്, ഇത് 10ന്റെ സ്പൈക്ക്. അപ്പൊ നോക്കിയേ 8 എന്ന് പറഞ്ഞ നമ്പർ. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ അത് വൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എത്ര ബോൾ ഇടണം? അപ്പൊ നമ്മൾ ബോൾ ഇങ്ങനെ എടുത്തു അല്ലെ? മുത്തെടുത്ത് 1 2 3 4 5 6 7 8 ബോൾസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ? അടുത്തത് നമുക്ക് വരയ്ക്കാൻ പോകണം 20. അപ്പൊ വീണ്ടും വേറൊരു സ്പൈക്ക് 2. ഇത് 1ന്റെ, ഇത് 10ന്റെ. ഓക്കെ. അപ്പൊ നോക്കിയേ 1ന്റെ പ്ലേസിൽ ആരാണ്? 0. ഒന്നുമില്ല. അപ്പൊ അവിടെ നമുക്ക് ഏതെങ്കിലും ബീഡ് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഒന്നും ഇടണ്ട. 10ന്റെ പ്ലേസിൽ ആരുണ്ട്? 2 ബീഡ്സ് ഇടാം. 1 2. കണ്ടോ? അപ്പൊ ഇത് നമ്മൾ എങ്ങനെ വായിക്കും? 2 0. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 2 എന്ന് എഴുതിയാൽ വെറും 2 എന്ന് എഴുതിയാൽ എന്താവും? അത് 1ന്റെ പ്ലേസിലാവും അല്ലേ? അതുകൊണ്ട് ഇത് നമ്മൾ എങ്ങനെ വായിക്കുമെന്ന് ചോദിച്ചാൽ എന്താണ്? ഇവിടെ 10ന്റെ പ്ലേസിലാണ് 2. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 കൊടുക്കുന്നു. സോ 20. 99 ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ? ഈ 99 കഴിഞ്ഞാൽ 100 ആണ്. അത് 3 ഡിജിറ്റ് നമ്പർ ആവും അല്ലേ? അപ്പൊ 99. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ അബാക്കസ് വരയ്ക്കുന്നു. നോക്കിയേ 1ന്റെ പ്ലേസിൽ എത്രയുണ്ട്? 9. 1 2 3 4 5 6 7 8 9. ഇവിടെ എത്രയുണ്ട്? ഇവിടെ 9 തന്നെയാണ്. 1 2 3 4 5 6 7 8 9. കണ്ടോ? രണ്ടിടത്ത് 9 രൂപ കൊടുത്തു. അപ്പൊ എന്തായി? 99. ഈ 9നുള്ള ഹൈറ്റ് മാത്രമേ ഈ സ്പൈക്കിനുള്ളതിന് ഉള്ളൂ. ഇനി നമുക്ക് ഓർമ്മ 45. അപ്പൊ നമുക്ക് അബാക്കസ് ഇങ്ങനെ വരച്ചു. ഇത് 1ന്റേത്, ഇത് 10ന്റെ പ്ലേസ് അല്ലേ? 45 ഏതാണ്? ഡിജിറ്റ് ഇൻ 1's place? Yes, 5. 1 2 3 4 5. 10 4 എവിടെയാണ് അല്ലേ? 1 2 3 4. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവരും എളുപ്പമാണ്. പക്ഷെ തെറ്റിക്കുന്ന ഒരു സംഭവം ഇതാണ്. 20 എന്ന് പറയുമ്പോൾ എല്ലാവരും 2 ഇവിടെ കൊണ്ട് 2 ഇടും. അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു 0 വച്ചു.
എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്ലേറ്റ് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഓരോ നമ്പർ ഇങ്ങനെ എടുത്തിട്ട് അപ്പുറം ഇങ്ങനെ ഇട്ട് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ ബിഫോർ, ഇൻ ബിറ്റ്വീൻ, ആഫ്റ്റർ. നമ്മുടെ ഫസ്റ്റ് അല്ലെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇത് പറഞ്ഞതാണ് നമ്പേഴ്സ് വെച്ചിട്ട്, നമ്പേഴ്സ് അല്ല ലെറ്റേഴ്സ് വെച്ചിട്ട് പറഞ്ഞാണ് ബിഫോർ, ഇൻ ബിറ്റ്വീൻ അല്ലെ ഇടയ്ക്ക്, ഇൻ ബിറ്റ്വീൻ, ദെൻ ആഫ്റ്റർ. അപ്പൊ ഇത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. നോക്കിയേ, how is it read? Yes, 30. 30. Next number ഇല്ല. Then 50. അപ്പൊ 30 ന്റെ നെക്സ്റ്റ് നമ്പർ ഒരു പേരാണ് ആഫ്റ്റർ. അല്ലെങ്കിൽ പറയാം 30 നോട് 15 ഉണ്ട്, ഇതിന്റെ നടുക്ക് അതിനെന്താ പറയുന്നത് ഇൻ ബിറ്റ്വീൻ. അപ്പൊ നോക്കിയേ 30 നെക്സ്റ്റ് നമ്പർ ഏതാണ് 14. ഇപ്പൊ ഞാൻ പറഞ്ഞ 1 to 100 നിങ്ങൾ പഠിച്ച കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈസിയാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 1 to 100 ധാരാളമായിട്ട് എഴുതാനും സ്പെല്ലിങ്ങും എക്സ്പാൻഡ് ഫോമും പഠിക്കുന്നുണ്ട്. ഓക്കെ, then dash 27 20. അപ്പൊ നോക്കിയേ 27 ബിഫോർ പുറകിൽ, അതായത് 27 എന്ന നമ്പർ വരുന്നതിന് തൊട്ട് പുറകിലുള്ള നമ്പർ ഏത് കഴിഞ്ഞിട്ടാണ് 27? yes 26 അല്ലേ 26. എന്നിട്ടൊന്ന് പറഞ്ഞു 26 27 20. ക്ലിയർ? then 69 കഴിഞ്ഞിട്ടുള്ളത് 69 ആഫ്റ്റർ അല്ലെങ്കിൽ 69 71 ഇൻ ബിറ്റ്വീൻ. ഓക്കെ, 69 71 ഇൻ ബിറ്റ്വീൻ. അപ്പൊ നോക്കിയാൽ 69 കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാൻ മതി 69 നെക്സ്റ്റ് നമ്പർ yes 70 71. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ബിഫോർ, ആഫ്റ്റർ, ഇൻ ബിറ്റ്വീൻ ഇത് നമ്മൾ ABC വെച്ച് തന്നെ നമ്മുടെ ഫസ്റ്റ് ലെസണിൽ ഇത് നമ്മൾ പഠിച്ചതാണ്. സോ then one more 95 96 അല്ല 94 96 ആഫ്റ്റർ 96 ന്റെ ആഫ്റ്റർ ഏത് വരും? yes 97. ക്ലിയർ? then next topic equal to, greater than, less than. ഇത് ഞാൻ കാണിച്ചു തന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇതിന്റെ എല്ലാ ബേസിക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞതാണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരുപോലെയാണെങ്കിൽ അതിന് ഇടയ്ക്ക് വരുന്ന സൈൻ ആണ് ഈക്വൽ. ഓക്കെ, then greater than. do you remember greater than sign? yes, greater than എന്ന് പറയുമ്പോൾ ഏതാണോ ഗ്രേറ്റസ്റ്റ് നമ്പർ ആ ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ നേരെ നോക്കിയേ ഇതിന്റെ ഇതൊരു ബേർഡ് ആയിട്ട് സങ്കല്പിക്കാനൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ് അല്ലെ, ബേർഡ് ആയിട്ട്. അപ്പൊ ബേർഡിന്റെ വാ തുറന്നിരിക്കുന്നത് എപ്പോഴും കൂടുതൽ കിട്ടാൻ വേണ്ടിയല്ലേ. അപ്പൊ എന്താണ് ഇത് തുറന്നിരിക്കുന്നത് ലാർജസ്റ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ 35 59. Okay students, so tell me which is the largest number, 35 or 59? yes 59. yeah 35 ആണ് 59 ആണ് 59. so 59 അങ്ങോട്ട് ഇത് തുറന്ന് ഇരിക്കുക. ഓക്കെ, 59. then next number 77 70. 77 ഫസ്റ്റ് നമ്പർ തന്നെ നോക്കിയാൽ മതി. ഫസ്റ്റ് നമ്പർ നോക്കിയാൽ ഇവിടെ 7 ഇവിടെ 1. സെക്കൻഡ് നമ്പർ നോക്കണം, ഫസ്റ്റ് നമ്പർ മാത്രം നോക്കിയാൽ 7 1 which is the largest number. yes 7. so ഇങ്ങോട്ട് കണ്ടോ. then 47 89. 47 89. ശരിക്കും 100 വരെ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ 89 ആണെന്ന്. ഇനി അതല്ല എങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് നോക്കാം 4 8. ഏതാ which is the largest number? 8. so this is the largest number. then 18 both of them are equal. so എന്ത് കൊടുക്കാം? equal sign കൊടുക്കാം. ക്ലിയർ ആയോ? 18 so equal to, greater than, less than. okay, അപ്പോൾ കുറച്ച് നമ്പർ തന്നിട്ട് അതിനകത്ത് which is the smallest number ഇപ്പൊ നോക്കിയേ 43 32 21. which is the smallest number? which is the
43, 32, 21. First number മാത്രം നോക്കിയേ 4, 3, 2. ഏതാണ്? 2 is the smallest number. So 21 is the smallest number. Then which is the largest number among these? ഇതിനകത്ത് largest number ഏതാണ്? 4, 3, 2. Which is the largest number? 43. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. കുറച്ച് നമ്പേഴ്സ് വരും. അതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്, സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? ക്ലിയർ? ഇവിടെ നോക്കിയേ 45, 50, 21. Okay students, tell me which is the largest number? Yes, 4, 5, 2. Yes, 50 is the largest number. Clear? Then which is the smallest number? 4, 5, 2. Which is the smallest number? Yes, 2 is the smallest number. So 21 is the smallest number. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ascending order, descending order. Ascending order means small to big. അതും കഴിഞ്ഞതാണ്, അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സ്മോൾ ടു ബിഗ്. ഓക്കെ, ഞാൻ അതിനുവേണ്ടി എനിക്ക് ആരോഗ്യം കൊടുത്തിട്ട് താഴെ നിന്ന് മേലോട്ട് പോകാം. സ്മോൾ ടു ബിഗ്. ഓക്കെ, സ്മോൾ ടു ബിഗ് അസെൻഡിങ് ഓർഡർ. അപ്പൊ അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കാം? കണ്ടോ? അപ്പൊ എന്താണ്? മുകളിലേക്ക് പോവാം. അപ്പൊ ഏറ്റവും ചെറുതാണ് ആദ്യം എഴുതുന്നത്. This is smallest number 21. Then 21 go. Then അടുത്തത് ഏതാണെന്ന് നോക്കിയേ 43 and 32. Which is the smallest number? Yes, 32. Then 43. കണ്ടോ? അപ്പം smallest to largest. Okay. Then this one 45, 50, 21. Which is the smallest number? Yes, 21. Then about 21 4. Then which is the smallest number? 45 or 50? Yes, 45. About 45 go. ബാക്കി എന്തുണ്ട്? 50. കണ്ടോ? Smallest to largest. Okay. Then descending order. Descending order എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. Ascending order ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകും അല്ലേ? Descending order എന്ന് പറഞ്ഞാൽ താഴേക്ക് വരിക. അപ്പൊ എന്താണ്? Largest to smallest. അപ്പൊ നോക്കിയേ 17, 71, 21. Which is the largest number? Yes, 71 is the largest number. അപ്പൊ 71 ഉണ്ട്. Okay, താഴോട്ട് പോരുവാണ്. അപ്പൊ 71 പോയി. Then 17 or 21, which is the largest number? Yes, 21. Then one more. ഒരെണ്ണം കൂടെ ഉള്ളൂ. എന്താണ്? 17. Clear? Then 65, 27, 80. Okay students, which is the largest number? ഇത് descending order എഴുതാനായിട്ടാണ്. Which is the largest number? Yes, 80. 80. എന്നാൽ ആരോട് വന്നിരിക്കുന്നതാണോ? 80 താഴോട്ട് പോവുക. 80. Then അപ്പോൾ 80 പോയി. Then 65 or 27. Which is the largest number? Yes, 65. 65 പോയി. ബാക്കി എന്തുണ്ട്? 27. So this is descending order and this is ascending order. ഇത് മറക്കരുത്. ascending order മിക്ക കുട്ടികൾക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും മാറി മറിച്ച് എഴുതുക. ഇത്രയേ ഉള്ളൂ. അസെൻഡിങ് എന്ന് പറയുമ്പോൾ അസെൻഡിങ് അങ്ങോട്ട് പോവുക. അതായത് ഇവിടെ താഴേന്ന് മുകളിലേക്ക് പോവുക. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ക്ലിയർ? ദെൻ ഡിസെൻഡിങ് മീൻസ് എന്താണ്? താഴേക്ക് വരിക. എന്താണ്? ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. ഓക്കെ, ക്ലിയർ? ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്, നോട്ട്സ് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു റഫ് ബുക്ക് എടുക്കുക. നിങ്ങളുടെ റഫ് ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന, അതായത് പപ്പ ഉണ്ടാകാം, പപ്പ, മമ്മി, സഹോദരങ്ങൾ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, കസിൻസ് ഒക്കെ ആവാം, കുഴപ്പമില്ല. നിങ്ങളുടെ തൊട്ടടുത്ത കസിൻസ് ഉണ്ടെങ്കിൽ അവരുടെ ആകാം. ഇവരുടെ എല്ലാ പേരുകളും അതിൻ്റെ തന്നെ അവരോടെല്ലാം ചെന്ന് ചോദിക്കണം. പപ്പായ്ക്ക് എത്ര വയസ്സായി, മമ്മിക്ക് എത്ര വയസ്സായി, അമ്മച്ചിക്ക് എത്ര വയസ്സായി, അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരുടെ പേരും അതിൻ്റെ വയസ്സും കൂടി എഴുതുക. ക്ലിയർ? എഴുതിയിട്ട് അത് നിങ്ങൾ ഡിസെൻഡിങ്
കുഴപ്പമില്ല. അങ്ങനെ ഒരു നിങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പപ്പ, മമ്മി, ബ്രദേഴ്സ് അത്ര കാണത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് ഒരു 10 പേരുടെ ഓക്കെ, ഒരു 10 പേരുടെ ഏജ് ചോദിക്കണം. ഏജ് ചോദിച്ചിട്ട് ആ ഏജ് എഴുതണം. പ്രായം എഴുതിയിട്ട് നിങ്ങൾ അത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ആരുടെ ഹെൽപ്പ് വേണ്ട, നിങ്ങൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എഴുതുക, എന്നിട്ട് ആ ഏജ് നോക്കുക. ഏജ് നോക്കിയിട്ട് ഏതാണ് സ്മോളസ്റ്റ് നമ്പർ അങ്ങനെ നോക്കി ഡിസെൻഡിങ് ഓർഡറിലും അസെൻഡിങ് ഓർഡറിലും നിങ്ങൾ തന്നെ എഴുതുവാണെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് നല്ല വളരെ ഭംഗിയായിട്ട് പഠിച്ചുവെന്ന് അർത്ഥം. ഓക്കെ, so study well. Thank you.